നമസ്കാരം. ഇന്ന് ഏപ്രിൽ 21 ഞായറാഴ്ചയാകുന്നു. ഇന്ന് ചില അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. അതേക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ചന്ദ്രൻ ബുധന്റെ രാശിയായ കന്നി രാശിയിലേക്ക് ഇന്നേ ദിവസം സംക്രമിക്കാൻ പോവുകയാണ്. കൂടാതെ ഇന്ന് മറ്റൊരു വിശേഷപ്പെട്ട ദിവസം കൂടിയാകുന്നു. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. അത്രമേൽ പ്രാധാന്യമുണ്ട് ഈ ദിവസം. അതിനാൽ പ്രദോഷവ്രതം നാം ആചരിക്കുന്നതുമാകുന്നു. രവിപ്രദോഷ വ്രതാനുഷ്ഠാന നാളുകളിൽ അമൃതസിദ്ധിയോഗം, സർവാർത്ഥസിദ്ധിയോഗം, രവിയോഗം, ഉത്തരം നക്ഷത്രം എന്നിവയുടെ ഐശ്വര്യ സംയോജനവും നടക്കുന്നതിനാൽ ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യം വന്ന് ചേർന്നിരിക്കുന്ന ദിവസമാകുന്നു. അതിനാൽ തന്നെ ജ്യോതിഷപരമായി പരാമർശിക്കുകയാണ് എങ്കിൽ ഇന്നേ ദിവസം ചില ശുഭകരമായ യോഗത്തിന്റെ ഗുണഫലം ചില രാശിക്കാർക്ക് ലഭിക്കുന്നതാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇന്നേ ദിവസം സൗഭാഗ്യം തേടിയെത്താൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം പ്രദോഷമാണ്. ഇന്ന് നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. ഏപ്രിൽ 21 ഇടവം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമാകുന്നു. ഇന്ന് സാക്ഷാൽ പരമശിവന്റെ കടാക്ഷം കൂടി ഇവർക്ക് ലഭിക്കുന്നതിനാൽ തീർച്ചയായും ചില അത്ഭുതകരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നതായ ദിവസം കൂടിയാകുന്നു. സൂര്യദേവന്റെ അനുകൂലത സ്വാധീനത്താൽ അഥവാ സൂര്യദേവന്റെ അനുകൂലമായ സ്വാധീനത്താൽ നിങ്ങളുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. ധൈര്യത്തോടെ തന്നെ നേരിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരുന്നതായ ദിവസം എന്ന് തന്നെ പറയാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ഏകോപനം വർദ്ധിപ്പിക്കുന്ന സാധിക്കുന്ന ദിവസമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം ലാഭത്തിന് അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക. മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഇന്നേ ദിവസം പ്രതീക്ഷിക്കാതെ തന്നെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുഭവാർത്തകൾ കേൾക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം പരമശിവനെ ആരാധിച്ച് പ്രത്യേകിച്ചും ദീപാരാധന തൊഴുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇന്ന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ഇന്ന് ശുഭകരമായ ദിവസമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇന്നേ ദിവസം പ്രദോഷം കൂടി ആയതിനാൽ പരമശിവന്റെ കടാക്ഷം കൂടി ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന ദിവസമാകുന്നു. അതിനാൽ തന്നെ സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. പണം സമ്പാദിക്കാനുള്ള പുതുവഴികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. വളരെ കാലമായി വിഷമിച്ചിരുന്ന പല കാര്യങ്ങളും പല ജോലികളും എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പരം സ്നേഹവും ധാരണയും വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ഈ സമയം നിങ്ങളുടെ അടുത്ത ആളുകളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്ന ദിവസം കൂടിയാണ് എന്ന കാര്യവും ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റ് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ചകൾക്ക് സാധ്യത കൂടുതലാണ്. കച്ചവടവുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാം. ഇന്നേ ദിവസം തീർച്ചയായും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പുതിയ വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇന്നേ ദിവസം അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യത കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ശുഭകരമായ വാർത്തകൾ ഇന്നേ ദിവസം തേടിയെത്തുവാൻ
സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ്. തീർച്ചയായും ഇന്നേ ദിവസം പരമശിവനെ ആരാധിക്കുക. ഇന്ന് പ്രദോഷ സന്ധ്യയിൽ, അതായത് സന്ധ്യാസമയത്ത് തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദീപാരാധന ഇന്നേ ദിവസം തൊഴുന്നതും ഏറ്റവും ശുഭകരമാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായ ഒരു സമയമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പല അനുഭവങ്ങളും അനുകൂലമായി വന്ന് ചേരുന്നതായ ദിവസം കൂടിയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വളരെ ഉയർന്നതായിരിക്കും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം പുതിയതും മികച്ചതുമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടി വരുന്നതായ ദിവസമാകുന്നു. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ സാധിക്കുന്ന ദിവസം എന്ന പ്രത്യേകതയും ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ടാകും. അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ, അല്ലെങ്കിൽ പുറത്തു പോവുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, അത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ കേൾക്കുകയോ വിജയങ്ങൾ കൈവരിക്കുവാനോ സാധിക്കും. ഇന്നേ ദിവസം പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൈവായ്പയായി കൊടുത്ത ധനമോ അല്ലെങ്കിൽ മറ്റ് ധനമോ കൈകളിലേക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും ഇന്നേ ദിവസം പരമശിവന്റെ കടാക്ഷം കൂടി നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം പരമശിവനെ ആരാധിക്കുന്നതും പ്രദോഷ സന്ധ്യയിൽ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, അതായത് ദീപാരാധന ഇന്നേ ദിവസം തൊഴുന്നതും അതീവ ശുഭകരമാണ് എന്ന കാര്യം തീർച്ചയായും ഓർക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരം രാശിയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാകുന്നു. വിശേഷാൽ ദിവസമായിരിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അത് വ്യക്തിപരമോ തൊഴിൽപരമോ ആയ ലക്ഷ്യങ്ങളിൽ നേടുന്നതിൽ വിജയങ്ങളാകാം, അത്തരത്തിലുള്ള സന്തോഷങ്ങളാകാം. അപൂർണമായ പല ജോലികളും നിങ്ങൾക്ക് ഇന്നേ ദിവസം പൂർത്തിയാക്കുവാൻ സാധിക്കും. കഠിനമായ പരിശ്രമങ്ങൾ ഇന്നേ ദിവസം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായി വരും. പക്ഷെ അതിലെല്ലാം വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഇന്നേ ദിവസം ധനപരമായ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ വാർത്തകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബത്തിലെ അംഗവുമായി ബന്ധപ്പെട്ട് തർക്കത്തിന് സാധ്യതയുണ്ട്. എന്നാൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാക്തർക്കങ്ങൾക്ക് ഇന്ന് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ഇന്നേ ദിവസം കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ അത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. ശാരീരികവും മാനസികവുമായ ശക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ ദിവസമാകുന്നു. ഇന്നേ ദിവസം വളരെ മികച്ച സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. സുഹൃത്തുക്കളോടൊപ്പമോ അല്ലെങ്കിൽ പങ്കാളിയോടൊപ്പമോ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസങ്ങളിൽ കൂടുതലാകുന്നു. തീർച്ചയായും ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായ ദിവസമാണ്. പരമശിവന്റെ കടാക്ഷവും നിങ്ങളിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ ദിവസം. തീർച്ചയായും അതിനാൽ പരമശിവനെ ആരാധിച്ച് ഇന്നേ ദിവസം മുന്നോട്ട് പോകുന്നത് ശുഭകരമാണ്. പ്രത്യേകിച്ചും ഇന്ന് ദീപാരാധന തൊഴുന്നത് സർവ്വ ഈശ്വരപ്രദമാണ് എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം ദീപാരാധന തൊഴുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. അത് ഈ രാശിക്കാർ മാത്രമല്ല, ആര് ഇന്ന് ശിവക്ഷേത്രത്തിൽ പോവുകയാണ് എങ്കിൽ പോലും ഈ കാര്യം ചെയ്യുന്നത് ശുഭകരമാണ്. ഇന്നേ ദിവസം ഭസ്മം അണിഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും സർവ്വ ഈശ്വരപ്രദം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ശ്രദ്ധിച്ച് ഏവരും മുന്നോട്ട് പോവുക.